നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ വീഡിയോയിലെ നമ്മൾ പറയാൻ പോകുന്നത് പൊതുവെ എല്ലാവർക്കും വരുന്ന ഒരു സംശയത്തെക്കുറിച്ച് തന്നെയാണ് കേട്ടോ. നമ്മൾ ഭഗവാനെ തൊഴാനായിട്ട് ക്ഷേത്രങ്ങളിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ഭഗവാനെ അവിടെ കാണുന്ന അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലും കൊണ്ടുവന്നിട്ട് ഭഗവാനെ പ്രതിഷ്ഠിക്കണം, ഭഗവാനെ പട്ടുടിപ്പിക്കണം, ഭഗവാനെ വിളക്ക് കൊളുത്തണം, അതായത് ഭഗവാനെ ആരാധിക്കണം, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അതായത് ക്ഷേത്രത്തിൽ പോയി കാണുന്ന അതേ ഭഗവാന്റെ രൂപം നമ്മുടെ വീട്ടിലും കാണണം എന്ന് ആഗ്രഹിക്കുന്നവർ. ഇപ്പോൾ പുതിയൊരു വീട് വെക്കാമെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ നമ്മൾ താമസിക്കുന്ന വീടാണെങ്കിലും അവിടെ ഭഗവാനെ കൊണ്ടുവന്നിട്ട് വെക്കുക, പ്രാർത്ഥിക്കുക, എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടൊക്കെ വിളക്ക് കൊളുത്തുക, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഭക്തരാണ് ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഏത് വിഗ്രഹമാണ് വാങ്ങേണ്ടത് എന്നാലോചിക്കും. ഇപ്പോൾ ചതുർബാഹുവായിട്ടുള്ള ഭഗവാനെ വേണോ, ഓടക്കുഴൽ ഊതുന്ന ഉണ്ണിക്കണ്ണനെ വേണോ? ഇനിയിപ്പോൾ ഓടക്കുഴൽ ഊതുന്ന കണ്ണനെ വെക്കുന്ന സമയത്ത് ഈ ഓടക്കുഴൽ വെക്കണോ അതോ മാറ്റണോ? അപ്പോൾ നമ്മുടെ ആ ഒരു സന്തോഷങ്ങളും അഭിവൃദ്ധിയെല്ലാം ഭഗവാൻ ആ ഓടക്കുഴലിലൂടെ ഊതിക്കളയോ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് കേട്ടോ. അതേപോലെ വെണ്ണക്കണ്ണനെ വെക്കണോ? അങ്ങനെ നൂറ് സംശയങ്ങളാണ് പിന്നെയും ഭക്തർക്ക് ഉണ്ടാകുക. എന്നിട്ട് നമ്മൾ അവസാനം ഒരു വിഗ്രഹം വാങ്ങാം എന്ന് തീരുമാനിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ അത് വാങ്ങിക്കൊണ്ടുവന്നിട്ട് എവിടെയാണ് വെക്കേണ്ടത്, ഏത് ദിക്കിലേക്ക് ദർശനമായിട്ട് വെക്കണം? അപ്പോൾ വടക്കോട്ട് വെക്കണോ, തെക്കോട്ട് വെക്കണോ, കിഴക്കോട്ട് വെക്കണോ, പടിഞ്ഞാറ് ഭാഗത്തേക്ക് വെക്കണോ? അങ്ങനെയൊക്കെ സംശയമുള്ളവരുണ്ട്. ഇനിയിപ്പോൾ ഇത് എവിടെ കൊണ്ടുവന്നിട്ടാണ് വെക്കുക? ഹാളിൽ വെക്കാൻ പറ്റുമോ? ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ടുവന്ന് വെക്കാൻ പറ്റുമോ? പൂജാമുറിയിൽ തന്നെയാണോ വെക്കാനായിട്ട് സാധിക്കുക? കോണിച്ചോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരും കുറവല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ സംശയങ്ങളെയൊക്കെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് ഭഗവാന്റെ ഒരു വിഗ്രഹം കൊണ്ടുവന്നിട്ട് എവിടെയാണ് വെക്കേണ്ടത്, ഏത് ദിക്കിലേക്ക് ദർശനമായിട്ടാണ് വെക്കേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. പിന്നെ ഇന്ന് മകരച്ചൊവ്വ കൂടെയാണല്ലോ. മകരച്ചൊവ്വയുടെ ആശംസകളും ഈ കൂട്ടത്തിൽ ഞാൻ പറയാൻ കേട്ടോ. സാധിക്കുന്ന എല്ലാവരും ഇന്ന് ഭഗവതി ക്ഷേത്രത്തിൽ, പ്രത്യേകിച്ച് ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ പോവുക, നന്നായി തൊഴുക, സാധിക്കുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ, എല്ലാവരുടെ പ്രാർത്ഥനകളും സഫലമാകട്ടെ, എല്ലാവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ ഭദ്രകാളി അനുഗ്രഹിച്ച് നൽകട്ടെ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ വിശേഷങ്ങളെ കൂടാതെ അലങ്കാരങ്ങളും പറയുന്നുണ്ട്. ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരവും ഭഗവതി അമ്മയുടെയും അയ്യപ്പൻ്റെ ഗണപതിയുടെ ഒക്കെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ എല്ലാവരും ശ്രമിക്കുക. നമുക്ക് ആദ്യം തന്നെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ ഗുരുവായൂരപ്പനെ കാളിയമർദ്ദന നടനം ആടുന്ന ഒരു രീതിയിലായിരുന്നു കേട്ടോ അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്നലെ സോപാനന്തൊഴിലായിരുന്നു. കുറച്ച് തിരക്ക് കുറഞ്ഞ ഒരു സമയമായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ, അതുകൊണ്ടാണ് സോപാനന്തൊഴിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭഗവാനെ കുറച്ച് അടുത്ത് നിന്ന് കാണാനായിട്ട് സാധിച്ചു, നന്നായിട്ട് കണ്ടു തൊഴുതു. അപ്പോൾ ഭഗവാനാണെങ്കിലും കാളിയൻ്റെ ആ ഒരു ഭണം ഉണ്ടല്ലോ, അതിന് മുകളിലായിട്ട് ചവിട്ടി നിൽക്കുക, രണ്ട് കാലും ഇങ്ങനെ ചവിട്ടി നിൽക്കുകയാണ്. വലത്തെ കൈയിൽ ഭഗവാന്റെ വെണ്ണൂറിലെയാണ് പിടിച്ചിരിക്കുന്നത്, ഇടത്തെ കൈയിലെ കാളിയൻ്റെ വാലും പിടിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഭാഗം മുഴുവനായിട്ട് കാണില്ല കേട്ടോ. ഭഗവാന്റെ ആ മാലകളൊക്കെ ഇങ്ങനെ മൂടിക്കിടക്കുകയാണ്. അപ്പോൾ ഇടത്തെ കൈയൊന്നും ശരിക്കും കണ്ടില്ല വാല് പിടിക്കണത്. പക്ഷെ വലത്തെ കൈയിലെ വെണ്ണ ഉരുള പിടിച്ചിട്ടാണ് ഭഗവാൻ നിൽക്കുന്നത്. സാധാരണ വലത്തെ കൈയിൽ ഓടക്കുഴൽ ഉണ്ടായിരിക്കുക. കാളിയമർദ്ദന നടനമാടുന്ന സമയത്ത് ഈ കാളിയൻ്റെ വാലിൽ പിടിച്ചിട്ടുണ്ട്, വലത്തെ കൈ കൊണ്ട് ഓടക്കുഴൽ വിളിക്കുക ഭഗവാൻ ചെയ്യുക. പക്ഷെ ഇന്നലെ വെണ്ണയാണ് പിടിച്ചിരിക്കുന്നത് കേട്ടോ. അതെന്തുകൊണ്ടാണെന്നറിയോ? ഇപ്പം നമ്മൾ സാധാരണ നമുക്ക് എന്തെങ്കിലും കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, അത്രയും വലിയ ദുഃഖങ്ങളൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഭഗവാനെ മറന്നുപോകും, അല്ലെങ്കിൽ ഭഗവാനെ പഴിക്കും. അയ്യോ ഭഗവാനെ എനിക്ക് ഇങ്ങനെയുള്ള സങ്കടങ്ങളൊക്കെ തന്നൂലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പിന്നാക്കാവും ചിലർ നിൽക്കുക. പക്ഷെ ഭഗവാനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. ആ കാളിന്തിയിലെ കാളിയനെ പുറത്ത് നിന്നുകൊണ്ട് അവിടെ ഒരു വലിയ സംഘടന തന്നെയാണ്, ഒരു ഫൈറ്റ് സീനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഭഗവാൻ നമ്മളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഭക്തരുടെ മനസ്സാണ് ഭഗവാന്റെ കയ്യിലുള്ള ആ ഒരു വെണ്ണ. അപ്പോൾ ആ ഒരു സമയത്ത് പോലും തൻ്റെ ഭക്തരെ ഭഗവാൻ കൈവിടില്ല എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ആ ഒരു സീൻ, ഒരു സിനിമയായിട്ട് സങ്കല്പിച്ച് നോക്കി നോക്കൂ. അപ്പോൾ അപ്രകാരമാണ് ഇന്നലെ ഭഗവാന്റെ ആ ഒരു അലങ്കാരം ഉണ്ടായിരുന്നത്. ഭക്തരുടെ മനസ്സിനെ, ഭക്തരെ പൂർണ്ണമായിട്ടും ഞാനിതാ എൻ്റെ കൈവെള്ളയിൽ പിടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ. നല്ല മനോഹരമായിട്ടാണ് ഭഗവാന്റെ ആ ഒരു അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു ചെറിയ കുഞ്ഞികൃഷ്ണൻ, കുറച്ച് വണ്ണത്തിലൊക്കെയാണ് കേട്ടോ, കുറച്ച് തടിച്ച ഒരു ശരീരപ്രകൃതിയൊക്കെ ആയിട്ടാണ് ഒരു കുഞ്ഞികൃഷ്ണൻ കാളിയൻ്റെ ആ ഒരു ഭണത്തിൽ കയറി നിന്നിട്ട് ചവിട്ടി നിന്നുകൊണ്ടാണ് ഇന്നലെ ആ ഒരു ശ്രീലകത്ത് നിൽക്കുന്നുണ്ടായിരുന്നത്. അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഉണ്ണിക്കണ്ണൻ. 2 തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടും ഒരേപോലെയാണ്, തെച്ചിയും തുളസിയും കൂടെ കോർത്തിട്ടുള്ള ഒരേപോലെയുള്ള 2 തിരുമുടി മാലകൾ. പിന്നെ 2 ഉണ്ടമാലയുണ്ട്. ആദ്യത്തേത് തെച്ചിയും തുളസിയാണ്. പിന്നത്തേത് തെച്ചിയും നന്ദ്യാർ വട്ടപ്പൂക്കൾ മാറി മാറി കോർത്തിട്ട് ചുവപ്പ് വെള്ള അങ്ങനെയായിരുന്നു രണ്ടാമത്തെ ആ ഒരു ഉണ്ടമാല ഉണ്ടായിരുന്നത്.
അതിന് നടുക്കാണ് നമ്മുടെ ഭഗവാൻ നിൽപ്പുണ്ടായിരുന്നത് കേട്ടോ. കിരീടമൊക്കെ ചൂടിയിട്ടുണ്ട്. പിന്നെ നെറ്റിയിൽ ഗോപി തിലകം, അത് നല്ല കുറച്ച് വണ്ണത്തിലുള്ള കുറച്ച് വീതിയുള്ള ഗോപി തിലകമാണ് കേട്ടോ. അത് നെറ്റിയിലുണ്ട്, അതേപോലത്തെ ഒരെണ്ണം കഴുത്തിലും വെച്ചിട്ടുണ്ട്. വലിയ കാതുപൂക്കളാണ്. പിന്നെ നല്ല പുഞ്ചിരി കേട്ടോ, നമ്മളേക്ക് നോക്കിക്കൊണ്ട് നമ്മളേക്ക് കൈവെള്ളയിൽ പിടിച്ചുകൊണ്ടാണ് ഭഗവാൻ നിൽക്കുന്നത്. അപ്പം നല്ല സന്തോഷത്തോട് കൂടിയിട്ടുള്ള ആ ഒരു പുഞ്ചിരിയുണ്ട്. 2 മാലകൾ അണിഞ്ഞിട്ടുണ്ട്. ഒരു വളയം പോലത്തെ ഒരു മാല, പിന്നെ കുറച്ച് വീതിയുള്ള ഇങ്ങനെ നല്ല നല്ല ഭംഗിയുള്ളൊരു മാല കേട്ടോ. അത് അടുത്തുനിന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല വീതിയുള്ളൊരു മാല കേട്ടോ തോന്നിയത്. പിന്നെ 2 കൈകളിലും കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് മിനുങ്ങണുണ്ടായിരുന്നു. അരയിൽ കിങ്ങിണിയൊക്കെ കെട്ടിയിട്ട്, അത് വീതിയുള്ള കിങ്ങിണിയാണ്. പട്ടുകോണമൊക്കെ നല്ല ചുവന്ന നിറത്തിലുള്ള പട്ടുകോണമൊക്കെ ഉണ്ട്. പിന്നെ കുഞ്ഞിക്കാലുകളിലെ കാൽത്തളകളും അണിഞ്ഞിട്ടുണ്ട് കേട്ടോ, സ്വർണ്ണ നിറത്തിൽ. അതും നല്ല ഭംഗിയിൽ തിളങ്ങുന്നുണ്ടായിരുന്നു. എന്നിട്ടാണ് കാളിയനെ പുറത്ത് നിന്നിട്ട് ഭഗവാൻ ഇങ്ങനെ ആനന്ദ നടനം ആടുന്നുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ആ ഭഗവാന്റെ ഒരു രൂപം, നമ്മളെപ്പോഴും കൊണ്ടു നടക്കുന്ന ഭഗവാന്റെ ആ ഒരു രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ. ഗുരുവായൂരപ്പാ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അങ്ങനെ കാളിയൻ്റെ ഭണത്തിന് മുകളിൽ കയറി നിൽക്കുന്ന നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനെ തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ എത്തിയിരിക്കുന്നത് ഗണപതിയെ തൊഴാനായിട്ടാണ് കേട്ടോ. ഗണപതിക്ക് കറുപ്പുണ്ട്, മഞ്ഞയുണ്ട് ഉടയാടം. ഈ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ഭാഗം കറുപ്പ്, പിന്നെ അവിടെ നിങ്ങളുടെ താഴോട്ട് മഞ്ഞ. ഇതിൽ നിറയെ സ്വർണത്തിൻ്റെ കസവ് കൊണ്ടുള്ള ഡിസൈനുകളുണ്ട് കേട്ടോ. പിന്നെ കഴുത്തിൽ നല്ല വീതിയുള്ള ഒരു മാല അണിഞ്ഞിട്ടുണ്ട്. വലിയ അലങ്കാരങ്ങളൊന്നും ഇന്നലെ ഉണ്ടായിരുന്നില്ല. നെറ്റിയിൽ ഒരു സ്വർണ്ണപ്പൊട്ട് വെച്ചിട്ട് ചെറുതായിട്ട് ഒരു വര ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ട് അതിന് മുകളിൽ 2 സ്വർണ്ണപ്പൊട്ട് കഴിഞ്ഞു. പിന്നെ ഈ 2 തോളുകളിലായിട്ട് വലിയ ഒരു സ്വർണ്ണ നിറത്തിൽ കമ്മലുകൾ പോലെ ഒരു പ്രത്യേക അലങ്കാരം. ഇത്രയേ ഉള്ളൂ ഇന്നലെ ഗണപതിക്ക് അലങ്കാരമായിട്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ടോ, മുഖച്ചാർത്തൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഗണപതിയായിരുന്നു. എല്ലാവരും ഗണപതിയുടെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളും. ഗണപതിക്ക് മുന്നിൽ എല്ലാവരും ഒന്ന് ഏത്തമിട്ടോളൂ കേട്ടോ. ഇനി നമുക്ക് നേരെ ഭഗവതി അമ്മേനെ തൊഴാനായിട്ട് പോകാം കേട്ടോ. അവിടെ ചെന്ന് നോക്കിയപ്പോഴേ ഭഗവതി അമ്മ എന്ത് സുന്ദരിയായിട്ടാണ് ഒരുങ്ങുന്നത്, അണിഞ്ഞൊരുങ്ങിയിട്ട്. ഇന്ന് മകരച്ചൊവ്വയൊക്കെയാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഭഗവതി അമ്മയ്ക്ക് നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത്ര സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങിയിരിക്കണേ. ഒരു ധാവണിയൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരു ഓറഞ്ച് നിറം കലർന്നിട്ടുള്ള ഒരു ചുവപ്പ്, അതിൻ്റെ അരികിൽ അതായത് അടിയിലായിട്ട് കറുപ്പ് നിറത്തിൽ നല്ല വീതിയുള്ള ബോർഡറോട് കൂടിയിട്ടുള്ള നല്ല രസമുള്ള ഒരു പാവാട. പിന്നെ ഒരു ധാവണി, അതും ചുവപ്പന്നെയാണ് കേട്ടോ. അരികിൽ ഇങ്ങനെ സ്വർണ്ണ കസവുകളൊക്കെ തുന്നിച്ചേർത്തിട്ടുള്ളതാണ്. അതിങ്ങനെ തോളിലൂടെ ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഭഗവതി അമ്മേനെ. പിന്നെ ഈ കൈകളിലൊക്കെ ചുവന്ന പട്ടുകൊണ്ട് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ തോൾവളകളും കൈവളകളൊക്കെ അണിയില്ലേ, അതേപോലെ ചാർത്തിയിട്ട് അരയിലെ നല്ല രസമുള്ള ഒരു അരഞ്ഞാണം പോലെ, അതിങ്ങനെ അല്ലികൾ പോലെ ചെറിയ മുല്ലമുട്ടുണ്ടല്ലോ, അതേപോലെയുള്ള ഒരു അരഞ്ഞാണം കേട്ടോ. കഴുത്തിൽ 3 മാലയുണ്ട്. ഒരെണ്ണം ചെറിയ കുഞ്ഞു കുഞ്ഞു സ്വർണ്ണപ്പൂക്കൾ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുള്ള ഒരു മാല, പിന്നെ ഈ മുല്ലമുട്ട് പോലത്തെ ചെറിയൊരു മാല, പിന്നെ ചെറിയൊരു സ്വർണ്ണപ്പൂ, അതും ഒരു മാല പോലെയാണ് തോന്നിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതൊക്കെ കാണാനായിട്ട്. കാതുകളിൽ സ്വർണ്ണപ്പൂക്കളാണ് വെച്ചിരിക്കുന്നത്. ചുണ്ടൊക്കെ ഇങ്ങനെ ചുവപ്പിച്ചിട്ടാണ് ഭഗവതിയമ്മ ഇരിക്കുന്നത്. നല്ല ഭംഗിയുള്ള മുഖച്ചാർത്ത്, നല്ല സന്തോഷം മുഖത്തേക്ക് നോക്കുമ്പോൾ. നെറ്റിയിലും അതെ ഒരു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ചെറിയ സ്വർണ്ണപ്പൊട്ടുകൾ വെച്ചിട്ട് ഒരു കുഞ്ഞു കിരീടം ഉണ്ട് കേട്ടോ. ഈ വെളുപ്പും ചുവപ്പും കല്ലുകൾ പതിപ്പിച്ചിട്ടുള്ള ചെറിയൊരു കിരീടം ശിരസിൽ അണിഞ്ഞിട്ട് അതിൻ്റെ മുകളിലും വേറെ ഒരു അലങ്കാരം കൂടെ ഉണ്ട്. അങ്ങനെ നല്ല സുന്ദരിയായിട്ട് എന്ത് ഭംഗിയെന്നറിയോ അണിയിച്ചിരിക്കുന്നത് ഭഗവതിയമ്മനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവിടെ ആടകളൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല സന്തോഷവതിയായിട്ടിരിക്കുന്ന ഭഗവതിയമ്മയായിരുന്നു. അപ്പോൾ എല്ലാവരും ഭഗവതിയുടെ ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും ഭഗവതിയമ്മയ്ക്ക് മുന്നിൽ നന്നായിട്ടൊന്ന് നമസ്കരിച്ചോളൂ. ഇനി നമ്മളെത്തിയിരിക്കുന്നതേ അയ്യപ്പനെ കാണാനായിട്ടാണ്. അയ്യപ്പൻ ഒരു ഓറഞ്ച് നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത്. നല്ല സ്വർണ്ണത്തിൻ്റെ ഡിസൈനുകളോടൊക്കെ കൂടിയിട്ട് 2 മാല അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു സാധാരണ സ്വർണ്ണമാല, പിന്നെ വെള്ളക്കല്ലുകളൊക്കെ പതിപ്പിച്ച വേറൊരു മാലയുണ്ട്. കഴുത്തിലായിട്ട് ഒരു സ്വർണ്ണപ്പൂ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കാതുകളിൽ നേരിട്ട് വെച്ചിട്ടില്ല, കുറച്ച് മുകളിലായിട്ടാണ്. കാരണം ഈ കാതുകളുടെ തൊട്ട് താഴെ നിന്നാണ് മാല തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് മുകളിലായിട്ട് 2 സ്വർണ്ണപ്പൊട്ടുകളുണ്ട്. നന്നായി ചിരിച്ചിട്ടാണ് കേട്ടോ അയ്യപ്പൻ ഇന്നലെ ഇരിക്കുന്നുണ്ടായിരുന്നത്. നെറ്റിയിൽ ഒരു സ്വർണ്ണപ്പൊട്ടുണ്ട്. പിന്നെ അയ്യപ്പൻ്റെ സ്വർണ്ണ നിറത്തിലുള്ള ഒരു കിരീടം. അങ്ങനെയാണ് ഇന്നലെ അയ്യപ്പന് അലങ്കാരം ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ആ ഒരു രൂപവും നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും അയ്യപ്പന് മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് ഭഗവാനെ കുറിച്ച് പറയാം. നമ്മളിപ്പോൾ ഒരു വീട് പണിയുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന വീട്ടിലാണെങ്കിലും അവിടെ ഭഗവാന്റെ വിഗ്രഹം വാങ്ങിക്കുമ്പോഴേ ഏതാണ് വാങ്ങേണ്ടത് എന്നുള്ള സംശയമുണ്ട് കേട്ടോ. നമ്മുടെ ഓഫീസിൽ പലരും കണ്ടിട്ടുണ്ടായിരിക്കും, ചതുർബാഹുവായിട്ടുള്ള ഗുരുവായൂരപ്പനാണ്. നല്ല ഭംഗിയുള്ള ഒരു വിഗ്രഹമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും. അങ്ങനെ വെക്കുന്നതിൽ വിരോധമല്ല കേട്ടോ. ചിലർക്കാണെങ്കിൽ ഇഷ്ടം എങ്ങനെയാണെന്നറിയോ, ഓടക്കുഴൽ ഊതുന്ന ഉണ്ണിക്കണ്ണനെ വെക്കാനായിട്ടാണ്.
അപ്പോൾ പലർക്കുള്ളൊരു സംശയമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്, ഈ ഓടക്കുഴൽ ഭഗവാന്റെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ ആ ഓടക്കുഴൽ ഊതുന്ന കൂട്ടത്തിൽ നമ്മുടെ സൗഭാഗ്യങ്ങളും നമ്മുടെ സന്തോഷങ്ങളും എല്ലാം ഊതി പറപ്പിക്കുമോ ഭഗവാൻ? അങ്ങനെ ഒരു ചിന്ത എവിടേക്കോ ഉണ്ട്, പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഭഗവാന്റെ ഓടക്കുഴൽ. എപ്പോഴും ഞാൻ അലങ്കാരം പറയുന്ന സമയത്ത് പറയാറുണ്ട് ഭഗവാന്റെ പ്രിയപ്പെട്ട പൊന്നോടക്കുഴൽ എന്നുള്ളത്. അത് ഭഗവാന്റെ മനസ്സാണ്, അത് ഒരിക്കലും നമ്മൾ എടുത്തു മാറ്റാനായിട്ട് പാടില്ല കേട്ടോ. ഓടക്കുഴൽ ഊതുന്ന ഉണ്ണിക്കണ്ണനെ ആണെങ്കിൽ പോലും ആ ഓടക്കുഴൽ മാറ്റിയിട്ട് ഒരിക്കലും വെക്കരുത്. ഓടക്കുഴൽ തീർച്ചയായിട്ടും ഭഗവാന്റെ കയ്യിൽ കൊടുത്തിരിക്കണം. അപ്പോഴാണ് ഭഗവാന് സന്തോഷം ഉണ്ടാകുക. അത് എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും സന്തോഷം ഉണ്ടാകും? നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കി നോക്കൂ. അപ്പോൾ ഓടക്കുഴൽ ഊതുന്ന ഉണ്ണിക്കണ്ണനെ വെക്കുന്നവർ ഓടക്കുഴലായിട്ട് തന്നെ വെക്കണം കേട്ടോ. പിന്നെ വെണ്ണക്കണ്ണനെ വെക്കുന്നവരുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു കയ്യിൽ വെണ്ണയും ഒരു കയ്യിൽ ഓടക്കുഴലും പിടിച്ച് നിൽക്കുന്ന ഭഗവാൻ ഉണ്ടായിരിക്കും, രണ്ട് കയ്യിലും വെണ്ണ പിടിച്ച് നിൽക്കുന്ന ഭഗവാൻ ഉണ്ടായിരിക്കും. അതൊക്കെയും വളരെ നല്ലതാണെന്നാ പറയാം. കാരണം നമ്മൾ താമരക്കണ്ണന്റെ കഥ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കയ്യിൽ വെണ്ണയും ഒരു കയ്യിൽ അമൃത പിടിച്ചിരിക്കുന്നത്. അപ്പോൾ വെണ്ണ ഉണ്ണുക, അമൃത് കുടിക്കുക, അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിലാണ് നമ്മുടെ ഭഗവാന്റെ ആ ഒരു ധൃതി, ആ ഒരു തിരക്ക്. അപ്പോൾ ആരെന്ത് പ്രാർത്ഥിച്ചാലും തഥാസ്തു എന്നാണ് പറയുക. അതേപോലെ തന്നെ നടക്കട്ടെ എന്നാണ് ഭഗവാൻ ചിന്തിക്കുക. അങ്ങനെയുള്ള ആ ഭഗവാനൊക്കെ വെച്ച് ആരാധിക്കുന്ന സമയത്ത് ആഗ്രഹങ്ങളും പ്രാർത്ഥനകളൊക്കെ പെട്ടെന്ന് നടക്കും എന്ന് പറയാറുണ്ട് കേട്ടോ. പിന്നെ മുട്ടുകുത്തിക്കണ്ണനുണ്ട്. അത് മുട്ടുകുത്തി നടക്കുന്ന ചെറിയൊരു ഉണ്ണിക്കണ്ണനായിട്ടാണ്. അത് ഒരു കൈ ഇങ്ങനെ നിലത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും, ഒരു കൈയിൽ വെണ്ണ പിടിച്ചിട്ടുണ്ടായിരിക്കും. അതാണ് മുട്ടുകുത്തി കൃഷ്ണൻ അല്ലെങ്കിൽ മുട്ടുകുത്തി കണ്ണൻ എന്ന് പറയാ. അതും വളരെ നല്ലതാണ്. കാരണം മുട്ടുകുത്തി കണ്ണനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടുകളെല്ലാം നീക്കിത്തരും എന്നാ പറയാ. എന്ത് ബുദ്ധിമുട്ടുകളാണെങ്കിലും അതൊക്കെ ഭഗവാൻ നീക്കിത്തരും എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പൊ അത് ഏത് വിഗ്രഹം വേണം, ഏത് ഭാവത്തിൽ നിൽക്കുന്ന ഭഗവാൻ വേണം, അതെല്ലാം ഭക്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഏത് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ഭഗവാനെ നമ്മൾ ഏത് രൂപത്തിലാണോ ഏത് ഭാവത്തിലാണോ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത് അതേപോലെ നമുക്ക് ദിവസവും കാണാലോ. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഇഷ്ടമുള്ള ഭഗവാന്റെ വിഗ്രഹങ്ങൾ വീട്ടിൽ വെച്ചിട്ട് ആരാധിക്കാം. പിന്നെ പലർക്കുള്ള ഒരു സംശയമാണ് ഭഗവാനെ എവിടെ കൊണ്ടുവന്ന് വെക്കണം എന്നുള്ളത്. അപ്പോൾ പുതിയ വീടൊക്കെയാണ് പണിയുന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം പേര് ഒരു പൂജാമുറിയൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ആദ്യം തന്നെ പൂജാമുറിയൊക്കെ സെറ്റ് ചെയ്യും ഭഗവാനെ വെക്കാൻ വേണ്ടിയിട്ടേ. പഴയ വീടുകളാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ ഹാളിൻ്റെ ഏതെങ്കിലും ഒരു മൂലക്കിലായിരിക്കും, അല്ലെങ്കിൽ കോണിച്ചോട്ടിലായിരിക്കും. പണ്ട് കാലത്തൊക്കെ അങ്ങനെ ഇരുന്നു കേട്ടോ, ഒരു കോണിച്ചോട് ഉണ്ടായിരിക്കും, അതിൻ്റെ താഴെയാണ് വെക്കുക. ഞാൻ പറഞ്ഞിട്ടായിരുന്നു മച്ചിലെ ഭഗവതിനെയൊക്കെ കുറിച്ചിട്ട്. അപ്പോൾ അവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് തുറന്നിരിക്കാം, അവർക്ക് യഥേഷ്ടം സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് സഞ്ചരിക്കാം. പൂജാമുറിയുടെ കാര്യം പറയുമ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൂജാമുറി ഒരിക്കലും അടച്ചിടരുത്, ഒന്നുകിൽ അഴികളൊക്കെ ഉള്ളത് അല്ലെങ്കിൽ തുറന്നിടണം, സ്വതന്ത്രമാക്കി വെക്കണം, അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ വെച്ചത് കൊണ്ട് എൻ്റെ പൂജാമുറി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കിപ്പോൾ ഒരു ഹാളിൻ്റെ ആ ഒരു മൂലക്കായിട്ട് വെക്കാം, അല്ലെങ്കിൽ കോണിച്ചോട്ടിൽ വെക്കാം. അപ്പോൾ ഈ കോണിച്ചോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പണ്ടുള്ളവർ അങ്ങനെയാണ് ചെയ്തിരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. ചിലർക്കൊക്കെ ഉള്ളൊരു സംശയമാണ്, നമ്മൾ അതിന് മുകളിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾ ഭഗവാനെ ചവിട്ടുന്ന പോലെ അല്ലെങ്കിൽ മുകളിൽ നിൽക്കുന്ന പോലെ, അങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ട് ചിലർക്ക്. അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാതിരിക്കുക, അത്രയേ ഉള്ളൂ. അങ്ങനെ ചെയ്തത് കൊണ്ട് യാതൊരുവിധ വിരോധമില്ല കേട്ടോ. ഇതെല്ലാം നമ്മുടെ സങ്കല്പമാണ്. നമ്മുടെ സങ്കല്പത്തിനനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ പൂജാമുറിയിൽ തന്നെ വെച്ചു, അയ്യോ ഒരു ഇടുങ്ങിയ പൂജാമുറിയാണല്ലോ, ഭഗവാൻ അവിടെ നടക്കാനായിട്ട് സാധിക്കില്ലല്ലോ, അങ്ങനെയൊക്കെ ചിന്ത വന്നു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. അപ്പം അങ്ങനെയൊക്കെ അതെല്ലാം നമ്മുടെ സങ്കല്പത്തിനനുസരിച്ചാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് വെക്കാം എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്ക് ശുദ്ധവും വൃത്തിയുമുള്ള അങ്ങനെ ഒരു സ്ഥലത്ത് ഭഗവാനെ കൊണ്ടുവയ്ക്കാം. ഇപ്പോൾ ഒരു മൂലയ്ക്ക് വെച്ചാലും വിരോധമില്ല. അല്ലെങ്കിൽ കുറച്ച് അധികം സ്ഥലമുള്ള ഒരു ഹാളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വീടൊക്കെ ആണെങ്കിൽ അത് കുറച്ച് സ്ഥലം എടുത്ത് തന്നെ ഭഗവാനെ വെക്കാം. ഒന്ന് പ്രദക്ഷിണം വെക്കാവുന്ന ഒരു രീതിയിലൊക്കെ ആണെങ്കിൽ, നമുക്ക് എല്ലാ ദിവസവും പ്രദക്ഷിണം വെക്കുക എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, നമുക്ക് കൈകാര്യം ചെയ്യാനും നമുക്കൊന്ന് നിന്ന് വിളക്ക് കൊളുത്താനും അതിനൊക്കെ ഒരു സൗകര്യം, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഭഗവാനെ ഒന്ന് ഫ്രീ ആക്കി സ്വതന്ത്രനായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. അത് പൂജാമുറിയിൽ വേണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല കേട്ടോ. ഇനി ഇതേ വിഷയത്തോടനുബന്ധിച്ച് കാവേരി എന്നൊരു ഭക്ത ചോദിച്ച ഒരു സംശയം കൂടിയാണ് കേട്ടോ. അവരുടെ വീടിന്റെ ദർശനം വടക്കോട്ടാണ്. അപ്പോൾ ഭഗവാനെ വടക്കോട്ട് തിരിച്ചു വെക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടുകൾ പല ദിക്കിലേക്കായിരിക്കും ദർശനമായിട്ട് ഇരിക്കുന്നതായിരിക്കാം. വടക്കോട്ട്, അതുപോലെ തന്നെ കിഴക്കോട്ട്, പടിഞ്ഞാറോട്ടൊക്കെ ദർശനമായിട്ട് വീടുകളുണ്ടായിരിക്കും. ഭഗവാന് വെക്കുമ്പോഴും അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ദിശയിലേക്ക് തിരിച്ചു വെക്കാം എന്നാണ് പറയാറുള്ളത് കേട്ടോ. ഇപ്പോൾ വടക്കോട്ടാണെങ്കിലും തെക്കോട്ടാണെങ്കിലും പടിഞ്ഞാറാണെങ്കിലും കിഴക്കാണെങ്കിലും ഭഗവാനെ വെക്കാം. ഏത് ദിക്കിലേക്ക് ദർശനമായിട്ടും ഭഗവാന് വെക്കാം. എന്താണ് അവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ? നമ്മൾ വിളക്ക് കൊളുത്തുന്ന ആ ഒരു ദിശയുണ്ടല്ലോ, അതിനാണ് പ്രാധാന്യം, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നുകിൽ നമ്മൾ
കിഴക്കോട്ട് തിരിഞ്ഞിട്ടായിരിക്കണം വിളക്ക് കൊളുത്തേണ്ടത്, അല്ലെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞിട്ട് വേണം വിളക്ക് കൊളുത്താനായിട്ട്. ഇപ്പം കിഴക്കോട്ട് നമ്മൾ തിരിഞ്ഞിട്ട് വിളക്ക് കൊളുത്തണമെങ്കിൽ ഭഗവാൻ പടിഞ്ഞാറ് ദർശനമായിട്ടായിരിക്കണം ഇരിക്കേണ്ടത്, എന്നാലേ നമുക്ക് കിഴക്കോട്ട് തിരിഞ്ഞിട്ട് വിളക്ക് കൊളുത്താൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ വടക്കോട്ട് തിരിഞ്ഞിട്ടാണ് വിളക്ക് കൊളുത്തണമെങ്കിൽ ഭഗവാൻ ഇരിക്കുന്നത് തെക്കോട്ട് തിരിഞ്ഞിട്ടായിരിക്കണം. അപ്പോൾ ഈ വടക്കും തെക്കും തീർച്ചയായിട്ടും ഭഗവാന് വെക്കാം. ഇനി ചില വീടുകളിൽ കിഴക്ക് ദർശനമായിട്ട് വെക്കും, ചിലവർ വടക്ക് ദർശനമായിട്ട് വെക്കും. അപ്പം അങ്ങനെ വെക്കുന്ന സമയത്തും നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? വിളക്ക് കൊളുത്തുന്ന ദിശ ഒന്നുകിൽ കിഴക്കായിരിക്കണം അല്ലെങ്കിൽ വടക്കായിരിക്കണം. അപ്പം കിഴക്കോട്ട് തിരിഞ്ഞിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ ഭഗവാൻ നേരെ അഭിമുഖമായിട്ട് നിൽക്കണ്ട, നമ്മളൊന്ന് ചെരിഞ്ഞിട്ട് വടക്കോട്ട് ദർശനമായിട്ട് നിൽക്കുക. എന്നിട്ട് വിളക്ക് കൊളുത്തി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ നിന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയാണ് പറയാറ്. ഇതേപോലെ തന്നെയാണ് ഈ വടക്കോട്ട് നിൽക്കുന്ന സമയത്തും ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ വിളക്ക് കൊളുത്തുന്ന ആ ഒരു ദിശയുണ്ടല്ലോ, അതിനാണ് പ്രാധാന്യം. അതൊന്നുകിൽ കിഴക്കായിരിക്കണം, കിഴക്കോട്ടായിരിക്കണം, അല്ലെങ്കിൽ വടക്കോട്ടായിരിക്കണം. ഇനിയിപ്പോൾ ചില പൂജാമുറിയിലൊക്കെ അങ്ങനെ നിന്ന് തിരിയാനുള്ള ആ ഒരു സ്ഥലമൊന്നും ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ല. അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആ പൂജാമുറിയിൽ തന്നെ നിന്നിട്ട് വിളക്ക് കൊളുത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ പുറത്ത് എവിടെയെങ്കിലും മാറി നിന്നിട്ട് കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞു നിൽക്കുക, എന്നിട്ട് വിളക്ക് കൊളുത്തുക, എന്നിട്ട് ആ വിളക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ഭഗവാന്റെ മുന്നിൽ വെക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിപ്പോൾ അടുക്കളയിൽ നിന്ന് കൊളുത്തിക്കൊണ്ട് വരാം. പണ്ടുള്ളവരൊക്കെ അടുക്കളയിൽ നിന്നാണ് വിളക്ക് കൊളുത്തുക. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ സ്ഥലമൊക്കെ ഉണ്ടായിരിക്കും, സൗകര്യമൊക്കെ ഉണ്ടായിരിക്കും, നമുക്ക് എവിടെ വേണമെങ്കിലും ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും തിരിഞ്ഞു നിൽക്കാം. അപ്പോൾ അടുക്കളയിൽ നിൽക്കുക, എന്നിട്ട് കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുക, അല്ലെങ്കിൽ വടക്കോട്ട് തിരിഞ്ഞു നിൽക്കുക, വിളക്ക് കൊളുത്തുക, അത് കൊണ്ടുവന്നിട്ട് ഗുരുവായൂരപ്പന് മുന്നിൽ വെക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പണ്ടൊക്കെ എൻ്റെയൊക്കെ മുത്തശ്ശി അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് നിർബന്ധമായിരുന്നു, അടുക്കളയിൽ നിന്ന് തന്നെ വിളക്ക് കൊളുത്തി കൊണ്ടുവരണമെന്ന്. കുട്ടികൾക്കൊക്കെ മടിയാവുമല്ലോ, അതങ്ങനെ ചെയ്യൊന്നുമില്ല. അപ്പോൾ നിർബന്ധമായിട്ട് ചെയ്യിപ്പിക്കും. അടുക്കളയിൽ നിന്ന് തന്നെ വിളക്ക് കൊളുത്തണം എന്ന് നിർബന്ധമായിട്ട് പറയാറുണ്ട് കേട്ടോ. അതങ്ങനെയാണ്, പണ്ടുള്ളവർ അങ്ങനെ അടുക്കളയിൽ നിന്നാണ് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് തിരിഞ്ഞു നിൽക്കാം, അവിടെയൊക്കെ സൗകര്യമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞു നിന്നിട്ട് വിളക്ക് കൊളുത്തുക, എന്നിട്ട് കൊണ്ടുവന്നിട്ട് ഭഗവാന്റെ മുന്നിൽ വെക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. വിളക്ക് കൊളുത്തുന്ന ദിശയ്ക്കാണ് പ്രാധാന്യം കേട്ടോ. ഭഗവാനെ ഏത് ദിശയിലേക്ക് വേണമെങ്കിലും തിരിച്ചു വെക്കാം. അമ്പലങ്ങളിൽ മാത്രമേ അങ്ങനെ പ്രത്യേക ആ ഒരു ദിശയൊക്കെ നോക്കിയിട്ട് ഭഗവാനെ പ്രതിഷ്ഠിക്കാറുള്ളൂ. വീടുകളിൽ ഏത് ദിശയിലേക്ക് വെച്ചാലും കുഴപ്പമില്ല എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇനി അങ്ങനെ ഒരു സംശയമൊക്കെ ഉള്ളവർ ശ്രദ്ധിച്ചോളൂ കേട്ടോ. അങ്ങനെ യാതൊരുവിധ വിഷമവും വേണ്ട. അയ്യോ ഭഗവാൻ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടാണല്ലോ ഇരിക്കണത്, അങ്ങനെ ദോഷമുണ്ടോ ഇങ്ങനെ ദോഷമുണ്ടോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. വിളക്ക് കൊളുത്തുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിക്കാം, അത്രേ ഉള്ളൂ കേട്ടോ. ഇനി പുഷ്പ കെ എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. വിളക്ക് കത്തിക്കുന്ന സമയത്തെ ഈ തിരി കുറച്ച് സമയം കഴിഞ്ഞാൽ ഇങ്ങനെ പൊട്ടിയിട്ട് കത്തുന്നത് കാണാമെന്ന്, ഒച്ച ഉണ്ടാകുന്ന രീതിയിൽ. അതെന്തുകൊണ്ടാണ്? അങ്ങനെ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നാണ് പുഷ്പ ചേച്ചി ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം. ഈ വിളക്ക് ഇങ്ങനെ പൊട്ടി കത്തുന്നതേ തിരി നന്നല്ലഞ്ഞിട്ടാണെന്നാണ് പറയാം. അതിനങ്ങനെ പ്രത്യേക ദോഷമുണ്ട് എന്നൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല കേട്ടോ, ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. അപ്പോൾ തിരി നന്നല്ലഞ്ഞിട്ട് അതിൽ വല്ല കല്ലോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ തിരി നനഞ്ഞിട്ടോ ഒക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പൊട്ടി കത്തുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ തടുത്തിട്ടുണ്ടാക്കുന്ന തിരിയൊന്നും അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അതങ്ങനെ പൊട്ടുകയൊന്നും ചെയ്യില്ല. അപ്പോൾ ഒന്നുകിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും രീതിയിലുള്ള ഇംപ്യൂരിറ്റീസ്, ഇപ്പോൾ കല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അത് പൊട്ടി കത്തുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അതുമാത്രമല്ല, ഈ വിളക്കിൽ ചിലപ്പോൾ ഈ ജലാംശം ഉണ്ടായിരിക്കും. നമ്മൾ വിളക്കൊക്കെ കഴുകി കൊണ്ടുവന്നിട്ട് അത് കമിഴ്ത്തി വെക്കണം. അപ്പോൾ അതിൻ്റെ വെള്ളം മുഴുവനായിട്ട് പോകും. എന്നിട്ട് അത് നന്നായി ഉണങ്ങിയതിന് ശേഷം വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അപ്പോഴും പൊട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്തെ ഒരു 2-3 വിളക്കുകൾ കരുതി വെക്കുക, വൃത്തിയാക്കി വെക്കുക. അപ്പോൾ ഓരോ ദിവസം ഓരോന്ന് ഉപയോഗിച്ചിട്ട് അടുത്തത് മാറ്റുമല്ലോ. അപ്പോൾ മാറ്റുന്ന സമയത്ത് പുതിയ വിളക്കെടുത്തിട്ട് അടുത്ത ദിവസം അതിൽ വിളക്ക് കൊളുത്തുക. അപ്പോൾ ഈ മാറ്റിയത് നമുക്ക് സാവധാനം പോയി കഴുകി കൊണ്ടുവന്നാൽ മതി. അല്ലെങ്കിൽ ഇത് അന്ന് തന്നെ കഴുകി കൊണ്ടുവരുമ്പോൾ പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അത് മുഴുവനായിട്ടൊന്നും ആ ഒരു സമയത്തൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ, തിരക്ക് പിടിച്ചൊക്കെ ചെയ്യുമ്പോൾ മുഴുവൻ വെള്ളമൊന്നും അതിന് പോയിന്ന് വരില്ല. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും അതിങ്ങനെ പൊട്ടി കത്തുന്നുണ്ടാവുക. പിന്നെ അതൊന്നും അല്ലാണ്ട് ഈ എണ്ണയുണ്ടല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ, അപ്പോൾ നെയ്യാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ എണ്ണകളിലൊക്കെ ചിലപ്പോൾ ഇതുപോലെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കും. എണ്ണയിൽ ചിലപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ടും ആവാം ഇതിങ്ങനെ പൊട്ടി കത്തുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ആ രീതിയിലൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ തിരിയൊന്ന് മാറ്റുക, അല്ലെങ്കിൽ എണ്ണയൊന്ന് മാറ്റിയ വിളക്ക് മുഴുവനായിട്ടും വെള്ളം ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വിളക്ക് കൊളുത്തുക. അപ്പോഴൊന്നും അത് പൊട്ടിക്കത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ കത്തിയത് കൊണ്ട് ദോഷമൊന്നും പറയില്ല, നമ്മൾ ശ്രദ്ധിക്കുക, അത് മാറ്റുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് പുഷ്പ ചേച്ചിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ മറക്കണ്ട, മകരച്ചൊവ്വയാണ്. ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, രാവിലെ പോകാൻ കഴിയാത്തവരുണ്ടായിരിക്കും, തീർച്ചയായിട്ടും വൈകിട്ട് സന്ധ്യാസമയത്ത് ദേവീക്ഷേത്രങ്ങളിൽ പോകുക. അവിടെ നമുക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ
വഴിപാടുകളൊക്കെ ഉണ്ടല്ലോ, ഭഗവതിക്ക് ഇഷ്ടപ്പെട്ട ചുവന്ന പട്ടോ അല്ലെങ്കിൽ ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാലയോ തെച്ചിപ്പൂവിൻ്റെ ഒക്കെ മാലയോ കൊണ്ടുപോയി സമർപ്പിക്കുക. അതേപോലെ തന്നെ പറയൊക്കെ വെക്കാൻ സാധിക്കുമെങ്കിൽ അതൊക്കെ ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ഭഗവതി നമുക്ക് ഇഷ്ടമുള്ള വഴിപാടുകളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കുക. ഇനിയിപ്പോൾ അതൊന്നും സാധിച്ചില്ലെങ്കിൽ വെറുതെ ഒന്ന് പോയിട്ട് ഭഗവതിനെ തൊഴുതിട്ട് വരിക. അത്രയും ശക്തിയായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ശക്തിയുടെ പ്രഭാവം അനുഗ്രഹമായിട്ട് നമുക്ക് വീണ്ടുവോളം ലഭിക്കും. അതെല്ലാവർക്കും ലഭിക്കട്ടെ കേട്ടോ. എല്ലാവരും കുടുംബമായിട്ട് കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് അവർക്ക് കാണട്ടെ എല്ലാ കാര്യങ്ങളും, അവർക്കതെല്ലാം കാണിച്ചു കൊടുക്കുക. അപ്പോൾ അതൊക്കെ കണ്ടാലാണ് അവർക്ക് അതൊക്കെ മനസ്സിലാകുള്ളൂ. നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ കുട്ടികളെല്ലാം ഇതെല്ലാം കണ്ടിട്ട് വേണം വളരാനായിട്ട്. അപ്പോൾ അതവർ അവർക്ക് അതൊക്കെ കാണിച്ചു കൊടുക്കുക, അതെല്ലാം പങ്കെടുപ്പിക്കുക, അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ ക്രമേണ കുട്ടികളൊക്കെ നല്ല രീതിയിലൊക്കെ വളരാനുള്ള അവർക്കൊരു വഴി തെളിക്കാം. അതും കൂടെ അതിവിടെ അർത്ഥമാക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവരും പോകുക, എല്ലാവരും ഈ ഒരു ദിവസം നന്നായിട്ട് ആഘോഷിക്കുക, എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക. ഭഗവതി അമ്മയുടെ ഭദ്രകാളിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും അലങ്കാരങ്ങളും ഇനിയിപ്പോൾ സംശയങ്ങളുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട സംശയങ്ങളും ഒക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.